ഹായ്, ഹാപ്പി ഉത്രാടം. രാവിലെ ഉത്രാടായിട്ട് ഇന്നാണ് ഞങ്ങളെ ഓണാഘോഷം. വീട്ടില് ഓണസദ്യ ഒരുക്കി ഇന്നാണ് അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചിട്ട് നാളെ രാവിലെ അല്ല വൈകുന്നേരം, നാളെ തിരുവോണം വൈകുന്നേരം ഞങ്ങൾ കാസർഗോഡ് പോകണം. അപ്പൊ നാളെ വലിയ ആഘോഷമൊന്നുമില്ല. ക്ലബിലെ പരിപാടിക്കൊക്കെ പങ്കെടുത്ത് അങ്ങനെ നിൽക്കുകയുള്ളൂ. വീട്ടിൽ ചെറിയ രീതിയിൽ പരിപാടിയുള്ളൂ. ഇന്നാണ് വീട്ടിലെ ഓണാഘോഷം. അപ്പൊ രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുതു, അവിടെ അത്തമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിൽ പോയി. രാവിലെ സദ്യ എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കി കഴിഞ്ഞു. ഇപ്പൊ പോണത് വേറൊരു അമ്പലത്തിൽ കൂടി കയറിയിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പൊ നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് പണിമൂല ക്ഷേത്രം. ഭയങ്കര വലിയ അത്തപ്പൂക്കളൊക്കെ ഇട്ട് തൃക്കാക്കര അപ്പനെയൊക്കെ വെച്ച് പറയൊക്കെ ഇട്ട് ഭയങ്കര. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് ഉത്തരാടത്തിനാണ് ഞങ്ങൾ സദ്യ ഒരുക്കി അമ്മയും അച്ഛനെല്ലാം വിളിച്ച് സദ്യ കൊടുത്ത് ഇന്ന് ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കുന്ന കാര്യം. നാളെ തിരുവോണം, നാളെ വൈകുന്നേരം ഞങ്ങൾ കാസർഗോഡ് പോവുകയാണ്. അപ്പം നാളെ ഭയങ്കര സെറ്റപ്പ് ഒന്നുമില്ല, ചെറിയ രീതിയിൽ ഉച്ചയ്ക്ക് ഇത്തിരി പെട്ടെന്ന് ഇച്ചിരി ആക്കി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിച്ച് പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് ക്ലബിലെ പരിപാടി അന്ന് ആഘോഷിച്ചിട്ട് നേരെ കാസർഗോഡ് പോകണം. അപ്പം നാളെ സമയമില്ല, എല്ലാം അറിയായിട്ട്. ഇന്ന് ഉത്രാടം രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി നല്ല ഗംഭീരം അല്ലെങ്കിലും ഗംഭീര സദ്യയൊക്കെ ഒരുക്കി ഇന്ന് അടിച്ചു പൊളിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് നാളെ വെച്ച് വിടാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ക്ലബിലൊക്കെ പോയി ഫോട്ടോസ് എടുത്ത് പിള്ളേരെയൊക്കെ കണ്ട് നാളത്തെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി നേരം വൈകി. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനൊക്കെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കും. അപ്പോൾ സദ്യ കഴിക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ ഉത്രാടം, ഹാപ്പി ഉത്രാടം. ഇന്ന് ഉത്രാട ദിവസം ആദ്യം സദ്യ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ച് തുടങ്ങണമെന്നുള്ളതുകൊണ്ടാണ് ഉത്രാടത്തിന് ഓണം ആഘോഷിച്ചിട്ട് നാളെ കാസർഗോഡ് പോകാമെന്ന് വിചാരിച്ചത്. അല്ലാതെ നാളെ എല്ലാം കൂടി നടക്കൂല, നടപടി ആവൂല. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ന് ഓണാഘോഷിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ കാസർഗോഡ് എത്തിയിട്ടുണ്ടാവും. അവിടെ ഓണം ആഘോഷിക്കുമ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഓണക്കോടിയാണ് ഇത്. മൽമൽ കോട്ടൺ പുതിയ വാങ്ങിയത് ഉള്ളൂരുള്ള റൂബി മിസ്റ്റ്. സൂപ്പർ കളക്ഷൻ, സൂപ്പറാണ്, നല്ലൊരു പൊട്ടിക്ക്. നിങ്ങൾ ഇവിടെ എങ്ങാനും ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. ഹായ്, വൈകുന്നേരം ഒരു 5:30 മണി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാസർഗോഡേക്ക്. ഇനി രാവിലെ ആകുമ്പോൾ കാസർഗോഡ് എത്തും. അപ്പൊ കാസർഗോഡ് ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല നല്ല കാഴ്ചകളുണ്ട്, അതും കാണും നമ്മൾ. ഓക്കെ, അപ്പൊ യാത്ര തുടങ്ങി. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. നമുക്ക് യാത്ര പോയിട്ട് വരാം. കാസർഗോഡ് ഓണം. ഓക്കെ. യാത്ര സംഭവബഹുലമായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. അവിടെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി, ഓണം കൂടെ ഉള്ളതല്ലേ, ഇടയ്ക്കിടയ്ക്ക് നിർത്തി. പക്ഷെ നല്ല ഒരു യാത്ര. ഞാൻ ഉറങ്ങുന്നു, എണീക്കുന്നു, ഉറക്കം. ഇടയ്ക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ ഉള്ള സമയം കിട്ടിയില്ല. കാര്യം തിരക്ക്. എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കഴിക്കണം, പിന്നെ ഉറങ്ങണം. പിന്നെ പാവം ഡിങ്ങ ഒരു ശകലം പോലും ഉറങ്ങിയിട്ടില്ല. ഡിങ്ങയുടെ ഒരു ശകലം കൂടി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നേരെ ഇറങ്ങി ഞങ്ങളാണ്. ഇപ്പം ഏകദേശം എത്താനായി. ഇനി ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്തും. ഇവിടെ പന്തരി കയറി പെട്ടെന്ന് കടിച്ച് ഒന്ന് ഫ്രഷായി ഇനി അടുത്ത് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. 12 രൂപ കുറവ് വായിൽ പെട്രോൾ അടിച്ചപ്പോഴത്തേക്ക് പിന്നെ തിരിഞ്ഞു വരും നോക്കില്ല, ഫുട്ടാനോ കടിച്ചു. ഇതൊക്കെ നല്ല അന്തരീക്ഷം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഫോണൊക്കെ എടുത്ത് അങ്ങോട്ട് പിടിക്കാം. അന്തരീക്ഷം മഴയൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെന്ന് കയറുമ്പോൾ മഴയെങ്ങാനും പെയ്ത് എനിക്ക് പരിപാടി കൊള്ളാവണമെന്തോ. ഇന്ന് വൈകുന്നേരം അവിടെ ചെറിയ പരിപാടി ഉണ്ടെന്ന്, ഗണപതിന്റെ അതിന്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മഴ പെയ്യണം എന്തെന്ന് അറിയില്ല. നബിദിനത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഒരു ഘോഷയാത്ര. എന്റെ ഫ്രണ്ടിനെ കാണാന്ന് പറഞ്ഞില്ലേ, അവള് അവിടെ എത്തിയിട്ടുണ്ട്. അവൾ എടുത്തിട്ടുണ്ടോ? മണി എടേ, തിരുവനന്തപുരത്തുനിന്ന് തിരുവോണം ആഘോഷിച്ചിട്ട് കാസർഗോഡ് വന്നപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത ഓണപരിപാടി.
അപ്പൊ വാ അവിടെ ഓണം കൂടാൻ പോണു. ഇവിടെ തിരുവാതിര ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വിനിയേച്ചിനെ കണ്ട സന്തോഷത്തിൽ ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ബാക്കി പരിപാടി കൂടാവായോ? അയ്യോ എനിക്ക് വയ്യ പിള്ളേര്. ഇന്നലെ ഉറക്കം കഴിഞ്ഞിട്ട് അതിന്റെ ക്ഷീണമെല്ലാം ഉണ്ട്. ഓണാഘോഷം കാണാൻ വന്ന ഞാനാണ്. ഓണാഘോഷം കഴിഞ്ഞിട്ട് ഓണസദ്യ എന്ന് പറയുമ്പോൾ തന്നത് നെയ്ച്ചോറ് കോഴിക്കറി. ദജ്ജാലുമാര് തന്നത് നെയ്ച്ചോറ് കോഴിക്കറി കഴിച്ച്. നെയ്ച്ചോറ് കോഴിക്കറി, സേമിയ പായസം ഇല്ലേ? ഇല്ല, ഞങ്ങളെ തിരുവനന്തപുരത്ത് ഇത് ഒരിക്കലും ഇന്ന് അവിട്ടമായിട്ട്, തിരുവോണം അവിട്ടമല്ലേ, അവിട്ടമായിട്ട് ഇന്ന് ആരും ഇതുപോലെ കോഴിക്കറിയും നെയ്ച്ചോറും തരൂല. ഞങ്ങളെ തിരുവനന്തപുരത്ത് തരൂല. എന്തായാലും കഴിച്ചു. എങ്ങനെയാണല്ല. അപ്പൊ എന്തായാലും ബാക്കി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടികൾ കാണാം. കമ്പലിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റൂലടാ, എന്നെ കൊണ്ട് കഴിയൂല. ഞാൻ കമ്പ എല്ലാം കൂടെ ഞാൻ പോകും. അതുകൂടാ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വൈൻഡപ്പ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പറയണം. നോക്ക്, കാസർഗോഡ് കഴിഞ്ഞ 10-15 വർഷമായി കാസർഗോഡ് ഞാനും തമ്മിൽ അഭേദ്യമായ നല്ലൊരു ബന്ധമാണ്. പക്ഷെ ഇന്ന് ഇവിടെ ഓണപരിപാടി അത് ഭയങ്കര സംഭവമായി. ഇപ്പൊ ഞാൻ ഓണപരിപാടി അറിഞ്ഞിട്ട് വന്നതല്ല. തിരുവാതിര പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ കളികളാണെന്നിട്ട് അറിഞ്ഞൂടാ. അവസാനം ഫുട്ബോളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഫുട്ബോൾ ഇനി ഒരു കളിയും കൂടെ ഉണ്ട്. അപ്പൊ നിൽക്കുന്നില്ല. കാര്യം വേറൊരു ഇരുന്നുണ്ട്. ഒരു അച്ഛമ്മയെ കാണാൻ പോണം. പിന്നെ ഗണപതിനെ ഒഴുക്കുന്ന ആ ഒരു ഘോഷയാത്രയുണ്ട്. അപ്പൊ അതെല്ലാം പങ്കെടുക്കണം എന്നുള്ളത് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്ന് പോകാൻ മനസ്സുണ്ടായിട്ടല്ല. അപ്പൊ ശരി, അവിടെ പറ്റുമെങ്കിൽ അവിടെ നിന്ന് കുറച്ചെടുക്കും, ഇല്ലെങ്കിൽ എടുക്കൂല. അത് ഇതിന്റെ ഇടയിൽ ഞാൻ കുത്തിത്തിരികെ കയറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് വൈൻഡപ്പ് എടുക്കണം. അവിടെ ഭയങ്കര ബഹളമായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരോടും